ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷികത്തിൽ ഇറാനുമായുള്ള ഇന്ത്യയുടെ 75 വർഷത്തെ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി സിബി ജോർജ് വ്യക്തമാക്കി. ഇറാനുമായുള്ള ഇന്ത്യയുടെ ഔപചാരിക നയതന്ത്ര ബന്ധത്തിന് 75 വർഷം പഴക്കമുണ്ട്. റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. 2025-ൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികമായിരുന്നു. നമ്മുടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും നമ്മുടെ ആധുനിക ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു. ഇന്ത്യയുടെയും ഇറാന്റെയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും രണ്ട് സംസ്കാരങ്ങളും പരസ്പരം എങ്ങനെ സ്വാധീനിച്ചുവെന്നും ജോർജ് സംസാരിച്ചു. കല, വാസ്തുവിദ്യ, സാഹിത്യം, സംഗീതം, പാചകരീതി എന്നിവയെ സ്വാധീനിക്കുന്ന സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം ഞങ്ങൾ പങ്കിടുന്നു. ഞങ്ങളുടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭേദ്യവും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഫാർസിയുടെ തുടർച്ചയായ സ്വാധീനവും സമ്പന്നമായ പൈതൃകവും 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇതിനെ ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നായി ഉൾപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് വർഷത്തെ പങ്കിട്ട ചരിത്രത്തിലും നാഗരികതയിലും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് ഇറാനിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഇറാനിയൻ എംബസി സംഘടിപ്പിച്ച സ്വീകരണത്തിൽ സംസാരിച്ച അംബാസഡർ ഫത്താലി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നതും പ്രാദേശിക കണക്ടിവിറ്റിക്ക് ഗണ്യമായ സംഭാവന നൽകുന്നതുമായ ചബഹാർ തുറമുഖമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷത്തെ പങ്കിട്ട ചരിത്രത്തിലും നാഗരികതയിലും വേരൂന്നിയതും പൊതുസംസ്കാരത്തിൽ അധിഷ്ഠിതവുമാണ്. ഈ സമ്പന്നമായ പൈതൃകം ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വിലപ്പെട്ട ഒരു ആസ്തിയാണ്. നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രതീകമായ ചബഹാർ തുറമുഖ പദ്ധതി പൊതുവായ വികസനത്തിലും പ്രാദേശിക ബന്ധത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഖ്യാതിഥിയായി പങ്കെടുത്ത സ്വീകരണ ചടങ്ങിൽ ജോർജ് ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശാശ്വത പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തു. അറ്റ് ഇറാൻ ഇൻ ഇന്ത്യ സംഘടിപ്പിച്ച ഇറാനിയൻ ദേശീയ ദിന സ്വീകരണത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി സിബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അദ്ദേഹം ഇറാൻ സർക്കാരിനും ജനങ്ങൾക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഉഭയകക്ഷി ബന്ധങ്ങളോടുള്ള ഇന്ത്യയുടെ നിലനിൽക്കുന്ന പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിക്ക് കീഴിൽ പാകിസ്ഥാനെ ഒഴിവാക്കി കരയാൽ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യൻ ചരക്കുകൾ റോഡ്, റെയിൽ കണക്ടിവിറ്റി വഴി എത്തിച്ചേരുന്നതിനൊരു ബദൽ മാർഗം നൽകുന്നതിനായി 2003-ൽ ചബഹാർ തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ചു. ഇറാന്റെ സംശയാസ്പദമായ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട US ഉപരോധങ്ങൾ കാരണം പദ്ധതിയുടെ പുരോഗതി നേരത്തെ മന്ദഗതിയിലായിരുന്നു. അതേസമയം ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അമേരിക്കയെ ചൊടിപ്പിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.